സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തു കൃഷ്ണൻ രൂപീകരിച്ച ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കാക്കനാട് പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ് ഫൗണ്ടേഷന്റെ ഓഫീസെന്നാണ് ഇന്ത്യൻ കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന പ്ലാറ്റ്ഫോമിൽ നൽകിയിരിക്കുന്നത്. ഇതിലെ വിവരങ്ങൾ പ്രകാരം അനന്തു കൃഷ്ണൻ കമ്പനിയുടെ മുൻ ഡയറക്ടറാണ്. 2024 മെയ് 2 മുതൽ ജൂലൈ 25 വരെയാണ് ഡയറക്ടറായിരുന്നത്. നിലവിൽ രാധാകൃഷ്ണൻ ചൂരക്കുളങ്ങരയാണ് ഡയറക്ടർ. അഖിൽ ബാബു അഡീഷണൽ ഡയറക്ടറും. കമ്പനിയെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും മൂവാറ്റുപുഴ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. അനന്തുകൃഷ്ണൻ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം കമ്പനിയുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടോ എന്നാണ് കേസന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. പൊന്നുരുന്നിയിലുള്ള NGOs കോൺഫെഡറേഷൻ പ്രൊജക്ട് ഓഫീസ്, കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ്, കളമശ്ശേരിയിലെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ എന്നിവിടങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളും അവർ അന്വേഷിക്കും. അനന്തുകൃഷ്ണന്റെ ഒരു ദിവസത്തെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെ 100 പേജിലധികം നീളുന്നവയാണ്. കേസന്വേഷിച്ച ആദ്യത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റേതാണ് കണ്ടെത്തൽ. പല പ്രമുഖ സ്ഥാപനങ്ങൾക്കും ഇയാൾ ലക്ഷങ്ങൾ നൽകിയതായും കണ്ടെത്തിയിരുന്നു. സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് വാങ്ങിയ പണം തിരിച്ചു നൽകണമെങ്കിൽ ഇനി 300 കോടി രൂപയെങ്കിലും പ്രതികൾ കണ്ടെത്തണം. 2 കോടിയിലേറെ രൂപ കിട്ടാനുണ്ടെന്ന് ഇലക്ട്രിക് സ്കൂട്ടർ വിതരണ കമ്പനികളും പറയുന്നു. നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നതർ പണം ചോദിക്കുന്നതിന്റെ ശബ്ദ സന്ദേശങ്ങളും രേഖകളും അനന്തു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇതെല്ലാമുള്ള ഐക്ലൗഡിന്റെ പാസ്വേഡ് അനന്തു പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഓഫർ തട്ടിപ്പിൽ പ്രതി അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിൽ നിന്നും പണമിടപാട് നടത്തിയതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത്. വിമൻസ് ഓൺ വീൽ എന്ന പദ്ധതിയുടെ ആസൂത്രണം നടന്നത് ഇവിടെയാണെന്ന് ക്രൈംബ്രാഞ്ച് DYSP ടോമി സെബാസ്റ്റ്യൻ പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിലെ അന്വേഷണം ദിവസങ്ങൾക്ക് മുമ്പാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ആദ്യം രജിസ്റ്റർ ചെയ്ത 34 കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പോലീസ് സ്റ്റേഷനുകളിൽ ആദ്യം ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇവ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പരാതികളും ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് DGPയുടെ നിർദ്ദേശം. ഇതിനെപ്പറ്റിയുള്ള മൊഴികൾ അനന്തുകൃഷ്ണനിൽ നിന്നും എടുത്തിരുന്നു. സന്നദ്ധ സംഘടനകൾ വഴിയാണ് പലരും പണം നൽകിയിട്ടുള്ളത്. അതിനാൽ സംഘടനാ ഭാരവാഹികൾക്കെതിരെയാണ് കൂടുതൽ പേരും പരാതി നൽകിയിട്ടുള്ളത്. സംഘടനാ ഭാരവാഹികളെ പലരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം അടച്ചതെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ തെളിവുകളും ഹാജരാക്കിയെന്നാണ് വിവരം. കൂടുതൽ പരാതികളിൽ കേസെടുത്ത ശേഷം അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. അനന്തുകൃഷ്ണനെതിരെ പരാതി നൽകിയവരെല്ലാം സന്നദ്ധ സംഘടനാ ഭാരവാഹികളാണ്. സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നിവ പകുതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്താണ് പണം പിരിച്ചത്. ഗൃഹോപകരണങ്ങൾ പകുതി വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതിയും വാട്സാപ്പ് സന്ദേശം വഴി അനന്തുകൃഷ്ണൻ അറിയിച്ചതായും പരാതിക്കരാറിൽ ഉണ്ട്. ഇതിനുള്ള പണം പിരിക്കുന്നതിന് ഇടെയായിരുന്നു അനന്തുകൃഷ്ണന്റെ അറസ്റ്റുണ്ടായത്. അതിനിടെ നിർണായക വെളിപ്പെടുത്തലുമായി NGO കോൺഫെഡറേഷൻ ട്രസ്റ്റി ബീന സെബാസ്റ്റ്യൻ രംഗത്തു വന്നു. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറും അനന്തകൃഷ്ണനും തമ്മിൽ കരാറുണ്ടായിരുന്നുവെന്നും പദ്ധതികൾ രൂപീകരിച്ചതും നടപ്പിലാക്കിയതും ഇരുവരും ചേർന്നാണെന്നും ബീന സെബാസ്റ്റ്യൻ പറഞ്ഞു. കണക്കുകൾ പലതവണ ചോദിച്ചിട്ടും ഇരുവരും ബോർഡിന് കൈമാറിയില്ല. ആനന്ദകുമാർ NGO കോൺഫെഡറേഷനിൽ നിന്ന് വാട്സാപ്പിലൂടെയാണ് രാജിവെച്ചതെന്നും ബീന വ്യക്തമാക്കി. അനന്തുവിനെ പരിചയപ്പെടുന്നത് ആനന്ദകുമാർ വഴിയാണെന്നും ബീന പറയുന്നു. കമ്പനികളിൽ നിന്ന് ബൾക്ക് പർച്ചേസ് വരുമ്പോൾ ഒരു മാർജിൻ ഡിസ്കൗണ്ട് കിട്ടും. ഡീലർമാർ അവരുടെ കമ്മീഷന്റെ 1% കുറച്ചിട്ടുണ്ടെന്നും അനന്തു പറഞ്ഞിരുന്നു. ബൾക്ക് പർച്ചേസിന്റെ ഡിസ്കൗണ്ടും കമ്മീഷനിലെ ഇളവും കഴിഞ്ഞാലും പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഇക്കാര്യം പലതവണ അനന്തുവിനോട് ചോദിച്ചതാണ്. ഈ സംശയത്തിന് അനന്തു ഒരിക്കലും മറുപടി തന്നിരുന്നില്ല. സ്കൂട്ടർ വിതരണം നിലച്ചപ്പോൾ അക്കാര്യവും അനന്തുവിനോട് ചോദിച്ചു. ആ സമയത്ത് അക്കൗണ്ട് ഫ്രീസായി പോയി എന്നായിരുന്നു മറുപടി. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും എത്രയും വേഗം കൊടുത്ത് തീർക്കണമെന്നും ഞങ്ങൾ അനന്തുവിനോട് പറഞ്ഞു. ആളുകൾ പരാതി ഉന്നയിച്ചപ്പോൾ ആനന്ദകുമാറിനെ വിവരം അറിയിച്ചു. തനിക്കറിയില്ലെന്നും അയാളൊന്നും തന്നില്ലെന്നുമുള്ള മട്ടിലാണ് ആനന്ദകുമാർ മറുപടി പറഞ്ഞത്. എന്നാൽ ആ സമയത്തും അനന്തു പണപ്പിരിവ് തുടർന്നിരുന്നു. വിഷയം ഗുരുതരമാകുന്നത് കണ്ടതോടെ ആനന്ദകുമാർ രാജിവെച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇതിൽ നിന്ന് മാറുകയാണെന്നും അറിയിച്ചു. പക്ഷേ ഞങ്ങളത് അംഗീകരിച്ചിട്ടില്ല. സംശയം ഉയർന്നപ്പോൾ കണക്ക് പലപ്പോഴും ചോദിച്ചിരുന്നു. അതിനൊന്നും ഉത്തരമില്ലായിരുന്നു എന്നാണ് ബീന വ്യക്തമാക്കിയത്.